السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، وأفضل الصلاة وأتم السلام على سيدنا محمد أفضل رسل الله وعلى آله وأصحابه الفائزين برضا الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വർഷത്തെ പരിശുദ്ധ റമദാൻ മാസം ഇതാ വിട പറയാൻ പോകുന്നു. ആ സമയത്ത്, വിട പറയുന്ന സമയത്ത് നമ്മൾക്ക് നിർബന്ധമായും നിർവഹിക്കേണ്ട ഒരു ഇബാദത്തുണ്ട്. അത് സക്കാത്തുൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത് വീട്ടുക എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയില്ലാത്ത ആളുകൾ ഇന്ന് വിരളമായിരിക്കും. അത്ര വലിയ ധനാഢ്യനാവണം എന്നൊന്നും അതിന് നിബന്ധനയില്ല. പെരുന്നാൾ ദിവസത്തിലെ അവൻ്റെയും അവൻ്റെ ആശ്രിതരുടെയും ചെലവ്, ഭക്ഷണം, വസ്ത്രം, അതുപോലെ താമസിക്കാനൊരിടം, വീട്, അതുപോലെ കടം, ഇതൊക്കെ കഴിച്ച് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. ഈ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ നമ്മൾ അധിക ആളുകളും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് കൊടുക്കേണ്ട രൂപത്തിൽ, ശറഅ് പറഞ്ഞ രൂപത്തിൽ കൊടുത്തു വീട്ടാൻ വേണ്ടി ഞാനടക്കമുള്ള എല്ലാവരും ശ്രമിക്കണം. കാരണം അത് നമ്മുടെ നോമ്പ് എന്ന ഇബാദത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് ക്ലിയറാകുമ്പോഴാണ് നമ്മുടെ നോമ്പ് ഖബൂൽ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, സൗമു റമദാന മുഅല്ലഖുൻ ബൈനസ് സമാഇ വൽ അർദ്. റമദാൻ നോമ്പ് ആകാശ ഭൂമികൾക്കിടയിൽ ഇങ്ങനെ തൂങ്ങിക്കളിക്കും, അതിൻ്റെ അടിയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കും. ലാ യുർഫഉ ഇല്ലാ ബി സക്കാത്തിൽ ഫിത്ർ. ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോഴേ അതിനെ ഉയർത്തപ്പെടുകയുള്ളൂ, അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ റമദാൻ നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ നിബന്ധനയാണ് ഫിത്ർ സക്കാത്ത് കൊടുത്തു വീട്ടുക എന്നുള്ളത്. വേറൊരു ഹദീസിൽ കാണാം, സദഖത്തുൽ ഫിത്രി തുഹറത്തുൽ ലിസ്സായിം മിനൽ ലഗ്വി വറഫത്ത്. ഫിത്ർ സക്കാത്ത് അത് നോമ്പുകാരനക്കുള്ളൊരു ശുദ്ധീകരണമാണ്. മിനൽ ലഗ്വി വറഫത്ത്, നോമ്പുകാലത്ത് എന്തെങ്കിലും അനാവശ്യങ്ങളോ അല്ലെങ്കിൽ അനാവശ്യ വാക്കുകളോ പ്രവൃത്തികളോ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു പരിഹാരക്രിയ കൂടിയാണ്, ശുദ്ധീകരണമാണ് ഫിത്ർ സക്കാത്ത് എന്നും കാണാം. വതുഅമത്തുൽ ലിൽ മസാക്കീൻ എന്ന് മറ്റൊരു റിവായത്തിൽ കാണാം, പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണവുമാണ് എന്ന്. ഇത് ആരെ തൊട്ടെല്ലാം കൊടുക്കണം? ഫിത്ർ സക്കാത്ത് സ്വന്തം നഫ്സിനെ തൊട്ട് കൊടുക്കണം. സ്വന്തം നഫ്സിനെ തൊട്ട് കൊടുക്കണം. അതുപോലെ അവൻ്റെ ചെലവിൽ കഴിയുന്ന, കുടുംബനാഥൻ്റെ ചെലവിൽ കഴിയുന്ന ഭാര്യ, അതുപോലെ മക്കള്, ചെറിയ മക്കള്, ഇവരൊക്കെ തൊട്ടെല്ലാം കൊടുക്കണം. ഓരോരുത്തരെ തൊട്ടും കൊടുക്കണം. വയറ്റിൻ്റെ അകത്തുള്ള കുട്ടിയെ തൊട്ട് കൊടുക്കേണ്ടതില്ല.
പെരുന്നാൾ രാവിലെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ വ്യക്തിക്ക് കൊടുക്കേണ്ടതില്ല. കാരണം ഖുറൂബാകുന്ന സമയത്ത് അവൻ ഹയാത്തിലില്ലാത്തതുകൊണ്ട്. അതുപോലെ അതിൻ്റെ മുമ്പ് ഒരു കുട്ടി ജനിച്ചാലോ ആ ജനിച്ച കുട്ടിയെ തൊട്ട് കൊടുക്കണം. ഖുറൂബിൻ്റെ സമയത്ത് ആ കുട്ടി ഹയാത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ തൊട്ടായാലും വലിയ ആളെ തൊട്ടായാലും കൊടുക്കേണ്ട കണക്ക് എത്രയാണ്? ഒരാളെ തൊട്ട് കൊടുക്കേണ്ട കണക്ക് ഒരു സാ ആണ്. ഒരു സാ എന്ന് പറഞ്ഞാൽ ഒരളവ് കണക്കാണത്. അതിന് 4 മുദ്ദാണ് വരിക. 4 മുദ്ദ് കൂടുമ്പോഴാണ് ഒരു സാഴ് എന്ന് പറയുന്നത്. അളവ് പാത്രമാകുമ്പോൾ അത് കൃത്യമായ കണക്ക് കിട്ടും. 3200 ലിറ്റർ കണക്കിൽ പറയുകയാണെങ്കിൽ 3200 അത് കറക്റ്റാണ് അളവാകുമ്പോൾ. തൂക്കാവുമ്പോൾ ചില അരികൾ തൂക്കമനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. എങ്ങനായാലും തൂക്കം നോക്കുകയാണെങ്കിൽ 3 കിലോ അരി ഒരാളെ തൊട്ട് കൊടുത്താൽ കുറയൂല, കുറച്ച് കൂടിയേ ഉണ്ടാവുള്ളൂ. ഏറ്റവും നല്ലത് 3 കിലോ വീതം ഓരോരുത്തരെ തൊട്ട് കൊടുക്കുക. ഇനി ആർക്കാണിത് കൊടുക്കേണ്ടത്? സക്കാത്തിൻ്റെ അവകാശികൾക്കാണ് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ കാര്യമായിട്ട് നമ്മൾ ഫക്കീർ മിസ്കിന്മാരാണ്. അവരെ നമ്മൾ കണ്ടെത്തി അവർക്ക് നമ്മളത് എത്തിച്ചു കൊടുക്കണം. അവരെ നമ്മളെ വീട്ടിലേക്ക് വരുത്തി നമ്മളെ സന്നിധിയിലേക്ക് വരുത്താൻ നിൽക്കരുത്. അത് നമ്മൾ അങ്ങോട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കണം. അതാണ് ഏറ്റവും നല്ലത്. വന്ന് വാങ്ങുന്നവരുണ്ടെങ്കിൽ വന്നോട്ടെ, പക്ഷേ അവർ വരാതെ, നമ്മളിൽ അടുക്കലേക്ക് വരാതെ അങ്ങോട്ട് തന്നെ എത്തിച്ചു കൊടുക്കലാണ് ഏറ്റവും ഹൈർ. അതിന് നിയ്യത്ത് വേണം. നിയ്യത്ത് വെക്കണം. നിയ്യത്ത് ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ. ഓരോരുത്തരെ തൊട്ട് കൊടുക്കുമ്പോൾ ഇന്ന ആളെ തൊട്ട് ഉള്ള ഫിത്ർ സക്കാത്താണ്, അത് അളന്ന് ഒരു ചാക്കുന്ന അരി ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ നിയ്യത്ത് ചെയ്താലും മതി. അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കണം. കൊടുക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കണം. അല്ലെങ്കിലോ അതിങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കുമ്പോൾ നിയ്യത്ത് വെച്ചാലും മതി. ഒരു വ്യക്തിയെ തൊട്ട് 3 കിലോ. അപ്പോൾ ഒരു പരിയിൽ 5 വ്യക്തി ഉണ്ട്. 5 ആൾക്ക് കൊടുക്കണമെങ്കിൽ ഈ 3 15 കിലോ അരി വേണം. അപ്പോൾ ആ 15 കിലോ അരി ഒന്നായിട്ട് വാങ്ങിക്കൊണ്ടെന്ന് വെച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് ഓരോരുത്തർക്കും ഇങ്ങനെ അളന്ന് കണക്കാക്കുമ്പോൾ അങ്ങനെ നിയ്യത്ത് വെച്ചാൽ മതി. ഓരോരുത്തർ തൊട്ടുള്ളത് ഇങ്ങനെ നിൽക്കുള്ളത് അപ്പോൾ നിയ്യത്ത് വെച്ചാലും മതി. പിന്നെ കൊടുക്കുമ്പോൾ വേറെ വെക്കണമെന്നില്ല. പിന്നെ ഓരോ ആൾക്കും ഓരോരുത്തരുടെ ഫിത്ർ സക്കാത്തും അത് 3 ആൾക്കെങ്കിലും ചുരുങ്ങിയത് കൊടുക്കണം എന്നാണ് പ്രബലമായ അഭിപ്രായം. 3 ആൾക്കെങ്കിലും കൊടുക്കണം. ഫക്കീറോ മിസ്കീനൊക്കെ പെട്ട 3 ആൾക്കെങ്കിലും ഒരാളിത്. അപ്പോൾ ഓരോ കിലോ വീതം ഒരാൾക്ക് കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കണം. പിന്നെ ഏറ്റവും സൂക്ഷ്മത അതാണ്. കാരണം കൂടുതൽ ആളുകൾക്കൊക്കെ കൊടുക്കാനുണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് മാത്രം കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ 1 കിലോ ആയിട്ട് ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കുക എന്നുള്ളൊരു മോശത്തരം അങ്ങനെയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക? മറ്റൊരു കൗലുണ്ട്. എങ്ങനെ? ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് കൊടുത്താലും മതി. അദ്ലഈ ഇമാമ് പറഞ്ഞിരിക്കുന്നു, വഅലൈഹിൽ അമലു ഫിൽ അഅ്സാരി വൽ അംസാർ. കാലങ്ങളിലും നാടുകളിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അമൽ ചെയ്യാറുള്ളത്. ഒരാളരി ഒരാൾക്ക് തന്നെ കൊടുക്കലാണ്. എന്നാലും വൽ അഹ്വതു ദഫ്ഉഹാ ഇലാ സലാസ, ഏറ്റവും സൂക്ഷ്മതയായത് 3 ആളിലേക്ക് തന്നെ കൊടുക്കലാണ്
എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയായിട്ട് കാണാം. അപ്പം അങ്ങനെ ഒരാൾക്ക് കുറച്ച് കൊടുക്കുന്നത് 1 കിലോ ഒക്കെ കൊടുക്കുന്നത് മോശമാണെന്നുണ്ടെങ്കിൽ അപ്പം എന്ത് ചെയ്യുക, ഒരാളതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അപ്പം എന്ത് ചെയ്യുക, 3 കിലോ കൂടി ഒരാൾക്ക് കൊടുക്കാം എന്ന് ഈ അഭിപ്രായം മാനിച്ച് അങ്ങനെ ചെയ്യാം. പിന്നെ ഇതെന്താണ് കൊടുക്കേണ്ടത്, എന്താണ് കൊടുക്കേണ്ടത്? ഒരു നാട്ടിലെ പ്രമുഖമായ പ്രധാനപ്പെട്ട ഭക്ഷണധാന്യം, അതിപ്പോൾ നമ്മളെ നാട്ടിലും പിന്നെ ഗൾഫ് നാടുകളിലൊക്കെ അരിയാണ് പ്രധാനപ്പെട്ട ഭക്ഷണം. അതിൽ നിന്ന് ആണ് കൊടുക്കേണ്ടത്. ധാന്യമായിട്ട് തന്നെ കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിനും ഓരോ ധാന്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ നിന്നൊരു സഹായം കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ള പറഞ്ഞ അതിന് അനുസരിച്ച് കൊണ്ട് നമ്മൾ ധാന്യം തന്നെ കൊടുക്കണം എന്നാണ് നമ്മുടെ മദ്ഹബ്, നമ്മുടെ ഷാഫി മദ്ഹബ്. അതനുസരിച്ച് വേറെ അതിന് പകരം പൈസയോ അല്ലെങ്കിൽ പൊടികളോ ഒന്നും കൊടുത്താൽ പറ്റൂല, ധാന്യമായിട്ട് തന്നെ കൊടുക്കണം എന്നാണ്. ഇവിടെ ഇപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ ഇങ്ങനെ പൈസ കൊടുക്കുന്ന ഇടപാടുണ്ട്. അത് നമ്മൾ ചെയ്യരുത്. അങ്ങനെ ചില മദ്ഹബ് പറ്റുമെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. പക്ഷെ ഏത് ധാന്യം കൊടുത്താൽ എല്ലാ മദ്ഹബിലും ശരിയാണ്, ആരും അതിന് എതിർപ്പില്ല. പൈസ കൊടുക്കാം എന്ന് പറഞ്ഞ ആളുകളും ഈ ധാന്യം കൊടുത്താൽ കുഴപ്പമില്ല എന്നവരും പറയുന്നുണ്ട്. അപ്പോൾ ധാന്യമായിട്ട് കൊടുത്താൽ തന്നെ എന്താ ഇത് എല്ലാ മദ്ഹബുകാരടുക്കലും സഹിയായി. അപ്പം നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചാടാൻ നിൽക്കണ്ട. ഇതേ നമ്മുടെ മദ്ഹബ് അനുസരിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. അതിന് പ്രവാസ ലോകത്ത് നമ്മളെവിടെയുള്ളത്, പ്രവാസ ലോകത്താണെങ്കിൽ അവിടെ കൊടുക്കുക. അവിടുത്തെ ഇപ്പോൾ മിസ്കിന്മാരെ കിട്ടാത്തൊരു ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ നമ്മളെ അറിവിലില്ല. പലയിടത്തും പല ആളുകളുണ്ട്, പണിയില്ലാത്തവരുണ്ട്, ഉള്ളവർ തന്നെ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പലരും നമ്മളെ നാട്ടുകാരാവണമെന്നില്ല, മറ്റു നാട്ടുകാരും മുസ്ലിം ആവണം, ഇത്രയേ ഉള്ളൂ. അവർക്ക് എന്ത് ചെയ്യുക, കൊടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് നേരത്തെ തന്നെ അവരെ അങ്ങനെ ആളുകളെ കണ്ടുവെച്ച് നമ്മളെന്ത് ചെയ്യുക, ആ സമയമാകുമ്പോൾ നമ്മൾ അത് കൊടുത്ത് വീട്ടാൻ വേണ്ടി ശ്രമിക്കുക, നിയ്യത്ത് വെച്ച് കൊടുക്കുക. ഇത് എൻ്റെ ഫിത്ർ സക്കാത്താണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യൻ്റെ ഫിത്ർ സക്കാത്താണ്, എൻ്റെ മക്കളുടെ, ഇന്ന മകളുടെ, ഇന്ന മോൻ്റെ ഫിത്ർ സക്കാത്താണ്, ഈ നിലക്ക് നിയ്യത്ത് ചെയ്ത് കൊടുക്കണം. ഇനി പ്രവാസ ലോകത്ത് പുരുഷന്മാർ കുടുംബനാഥൻ ഇവിടെ ആയിരിക്കും, കുടുംബം മറ്റുള്ളവരൊക്കെ നാട്ടിലായിരിക്കും. അപ്പോൾ അവരിത് നാട്ടിലുള്ളത് ഇവിടെ കൊടുക്കണ്ട, നാട്ടിലുള്ളവരത് അവർക്ക് വക്കാലത്ത് ഏൽപ്പിക്കുക, അവരോട് നിയ്യത്ത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുക. ഭാര്യനെയോ ഉപ്പാനെയോ പ്രായപൂർത്തിയായ ആരെയും ഏൽപ്പിക്കുക, അവരെ ഏൽപ്പിച്ചിട്ട് അവരവിടെ വിതരണം ചെയ്യുക. അവർ ഏത് നാട്ടിലാണുള്ളത് അവിടെ. ഇനി നാട്ടിൽ തന്നെ ഒരാളുടെ ഭാര്യ അവൻ്റെ വീട്ടിലല്ല, അവൾ ഭാര്യ വീട്ടിലാണ്, എന്നാൽ ഭാര്യ വീട്ടിൽ അവിടെ എന്ത് ചെയ്യുക, കൊടുക്കാൻ വേണ്ടി അവരെ ഏൽപ്പിക്കുക, അവരെ വക്കാലത്ത് ഏൽപ്പിക്കുക, നിയ്യത്ത് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഏത് സമയത്ത്, ഈ പെരുന്നാളാകുന്ന സമയത്ത് എവിടെയാണ് അവനുള്ളത്, ആ വ്യക്തി ഉള്ളത്, ആ വ്യക്തി ഉള്ള സ്ഥലത്താണ് ആ വ്യക്തിൻ്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. പിന്നെ മറ്റുള്ളവർ മക്കൾ എവിടെയാണ്, മറ്റുള്ള കുടുംബങ്ങൾ എവിടെയുള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ വ്യക്തി എവിടെ ഉള്ളത് നോക്കിയിട്ടാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കപ്പെടേണ്ട സ്ഥലം. അപ്പോൾ ധാന്യമായിട്ട് തന്നെ അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പെരുന്നാളിൻ്റെ മുമ്പായിട്ട് കൊടുക്കുക, മുന്തിച്ച് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അവ മരണപ്പെടാൻ പാടില്ല. ഇപ്പോൾ നിർബന്ധമായി വരുന്ന സമയത്ത് അവർ പിന്നെ ധനാഢ്യനായി മാറാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മുന്തിച്ച് കൊടുക്കണേന് 2 ദിവസം മുമ്പോ 3 ദിവസം മുമ്പോ ഒക്കെ കൊടുക്കുക. റമദാൻ ആദ്യം മുതൽക്ക് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് എന്ത് ചെയ്യുക, ആ പെരുന്നാൾ ആയി പിന്നെ കൊടുക്കാൻ പറ്റാതെ, പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നേരത്തെ തന്നെ കൊടുത്ത് വീട്ടാവുന്നതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഫിത്ർ സക്കാത്ത്
പരിപൂർണമായ രൂപത്തിൽ വിതരണം ചെയ്യാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അത് കാരണമായി നമ്മുടെ നോമ്പും മറ്റ് എല്ലാ അമലുകളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. റമദാൻ മാസത്തിൽ വന്ന ന്യൂനതകളൊക്കെ അള്ളാഹു തആല പരിഹരിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, പരിശുദ്ധ റമദാൻ ഇതാ ഇവിടെ പറയാൻ പോകുന്നു. റബ്ബേ, ഇനി അടുത്ത റമദാൻ കാലാണ് ഉണ്ടാവുക? ഞാൻ ഈ പറയുന്ന ഞാനുണ്ടാകുമോ? കേൾക്കുന്ന നിങ്ങളുണ്ടാകുമോ എന്നൊന്നും അറിയില്ല റബ്ബേ. കേൾക്കുന്നവരുണ്ടാകുമോ എന്നറിയില്ല റബ്ബേ. പരിശുദ്ധമായ റമദാൻ ഇനി ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നീ അതിനുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ലൈലത്തുൽ ഖദ്റിന്റെ എല്ലാ മഹത്വങ്ങളും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. രോഗികളുടെ രോഗം ശിഫയാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളെ തൊട്ടും കാക്കണേ അല്ലാ. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.